ലിയോ ടോൾസ്റ്റോയുടെ ഒരു മനോഹരമായ കഥയാണ് ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന 11ാമത്തെ പാഠം. ഇതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ അത്യാഗ്രഹത്തെക്കുറിച്ചാണ്. അതിമോഹം ചക്രം ചവിട്ടും എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു. അതിമോഹമുള്ള ആൾക്കാർ ഒടുവിൽ ആപത്തിൽ ചാടും എന്നാണ് അതിൻ്റെ ആശയം. ഒരു കർഷകന്റെ കഥയാണ്. പാഖാം എന്നാണ് നായകന്റെ പേര്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് മേരി. സന്തുഷ്ടമായ കുടുംബജീവിതത്തിനിടയിലാണ് എത്രയും കൂടുതൽ പണം സമ്പാദിക്കണമെന്നുള്ള ആർത്തിയുള്ള മനുഷ്യനായിരുന്നു ഈ പാഖാം. ലോകം മുഴുവൻ പിടിച്ചടക്കാനുള്ള ആർത്തി മനുഷ്യർക്കുണ്ടാവും. ഈ കർഷകനും അപ്രകാരം ഒരു മനുഷ്യനായിരുന്നു. ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ വിലപിടിച്ച ഭൂമിയും കെട്ടിടവും കാണുമ്പോഴാണ് അയാൾക്ക് വിഷാദം ഉണ്ടാവുക. അയാൾ പല പരിശ്രമങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് ഭൂമിയെങ്കിലും സ്വന്തമായി സമ്പാദിക്കണം നല്ലതായിരിക്കും എന്ന് നിശ്ചയിച്ചു. അങ്ങനെ സ്വന്തമായി ഭൂമി വാങ്ങിക്കാനുള്ള ചിന്താഗതിയുള്ള കാലത്ത് ഒരു പരദേശി കച്ചവടക്കാരൻ പാഖാമിനോട് പറഞ്ഞു, ഏകദേശം 500 നാഴിക അകലെ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ പേരിന് ഒരു വില മാത്രം കൊടുത്താൽ എത്ര വേണമെങ്കിലും ഭൂമി കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ടെന്നും പറഞ്ഞു. അവിടുത്തെ അധികാരികൾക്ക് ചിലർ സമ്മാനം കൊടുത്താൽ എത്ര വേണമെങ്കിലും ഏക്കർ നമുക്ക് ഭൂമി അയാൾ ആധാരം രജിസ്റ്ററാക്കി തരും എന്ന് പറയുകയും അവിടുത്തെ അധികാരികൾ എഴുതി കൊടുത്ത ആധാരങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പാഖാം ഇതിൽ ഭ്രമിച്ചു. അങ്ങനെ അദ്ദേഹം അതിവേഗത്തിൽ അവിടേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ പിറ്റേന്ന് തന്നെ പോയി എന്നാണ് പറയുക. പാഖാം അയാൾ കാര്യസ്ഥനോടൊപ്പം പുതിയ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വഴിക്ക് വെച്ച് അധികാരികളെ സന്തോഷിപ്പിക്കുന്നതിന് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടാ പോക്ക്. ഭൂമി ആവശ്യമുള്ളത്തോളം ഭൂമി എടുക്കുന്നതിന് വിരോധമില്ലെന്ന് ഭൂമിയുടെ ഉടമസ്ഥൻ പറഞ്ഞതിൻ്റെ ആശയം അയാൾക്ക് അപ്പോഴും മനസ്സിലായില്ല. ഒരുപാട് ഭൂമി ധാരാളം ഉണ്ടെങ്കിലും പണം എൻ്റെ കയ്യിൽ അത്ര അധികം ഇല്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും വേണ്ട എന്ന ആശയം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആധാരങ്ങളോ മറ്റോ ഇല്ലാതെ രജിസ്റ്ററാക്കി അത് തന്നാൽ നിങ്ങളുടെ അടുത്ത തലമുറ വരുമ്പോൾ എൻ്റെ മക്കളുടെ കാലത്ത് അവരെ ഇറക്കി വിട്ടേക്കാം. അതുകൊണ്ട് എനിക്ക് ആധാരം രജിസ്റ്ററാക്കി തരണം എന്നും പറഞ്ഞു. അധികാരി അതിന് വിരോധമില്ലെന്നും ഞങ്ങൾക്കിവിടെ എഴുത്തുകാരനുണ്ടെന്നും അയാൾക്ക് നന്നായി എഴുതാൻ അറിയാമെന്നും മുദ്രപത്രങ്ങളിലൊക്കെ അത് പതിച്ചു തരുമെന്നും എല്ലാം പറഞ്ഞു. സാധാരണ ഒരു ഏക്കറിന് എന്ത് വിലയാണ് നിങ്ങൾ കൊടുക്കാറ് എന്ന് അധികാരിയോട് പാഖാം ചോദിക്കുന്നുണ്ട്. ഒറ്റ വില മാത്രമേ ഉള്ളൂ, ഒരു ദിവസത്തേക്ക് 100 രൂപ. പാഖാം കാര്യം മനസ്സിലാകാതിരുന്നപ്പോൾ അധികാരി വിശദീകരിച്ചു, ഒരു ദിവസം കൊണ്ട് നടന്നെത്താൻ കഴിയുന്നത്ര സ്ഥലം മുഴുവൻ നിങ്ങൾക്ക് എടുക്കാം. അതെത്രയായാലും നിങ്ങൾക്ക് അതിനാകെ 100 രൂപയെ തരേണ്ടതുള്ളൂ. അത്ഭുതം കൊണ്ട് വായും പൊളിച്ചു നിന്ന ഈ മനുഷ്യൻ അധികാരി പറഞ്ഞു, എന്തായാലും അധികം താമസിയാതെ നിങ്ങൾക്ക് പുറപ്പെടാം. അങ്ങനെ വൈകുന്നേരം അസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തണം. എത്രത്തോളം ദൂരം നിങ്ങൾ നടന്നു അത്രത്തോളം ഭൂമി നിങ്ങൾക്ക് പിന്നെ സ്വന്തമാണ്. എന്തായാലും അടയാളം വയ്ക്കാനായിട്ട് നടക്കുന്ന സ്ഥലത്തിന് തൂമ്പ എടുത്ത് ഇടയ്ക്കിടെ മണ്ണിൽ കൊത്തണമെന്ന് കൂടി അധികാരി ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പിന്നീട് ആ കൊത്തിൽ കൂടി വരച്ച് വേലിയോ മറ്റോ കെട്ടി തിരിക്കാം. അങ്ങനെ ഒരു ദിവസത്തെ പ്രയത്നം കൊണ്ട് കോടീശ്വരനാകാമല്ലോ എന്ന ആനന്ദത്തിൽ പാഖാം അസ്തമയമാവുമ്പോഴേക്കും 35 നാഴികയിൽ കുറയാതെ ഏതായാലും നടക്കാം. 35 നാഴികയ്ക്കുള്ളിൽ എത്ര ഏക്കർ ഭൂമി തനിക്ക് ഉണ്ടാവും എന്നൊക്കെ അയാൾ സ്വപ്നം കണ്ട് നടന്നു. ഓക്കെ, എന്തായാലും നേരം പുലർന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് പുറത്തു വന്നു. അധികാരികളെയും വിളിച്ചുണർത്തി എല്ലാവരും നിശ്ചയിച്ച സ്ഥലത്തേക്ക് യാത്രയായി. പാഖാം മറക്കാതെ തന്നെ ഒരു തൂമ്പയും കയ്യിൽ പിടിച്ചു. അങ്ങനെ ചെറിയൊരു കുന്നിൻ മുകളിൽ ചെന്ന് കയറി. അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥൻ പാഖാമിനോട് പറഞ്ഞു, ഇവിടെ നോക്കിയാൽ കണ്ടെത്തുന്ന സ്ഥലമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും എടുക്കാം. പാഖാമിന് സന്തോഷം കൊണ്ട് ചിരി വന്നു. ആ പ്രദേശം മുഴുവൻ ഒരാൾ പൊക്കമുള്ള പുല്ലുകൊണ്ട് നിറഞ്ഞിരുന്നു. പാഖാം ചെരുപ്പ്, തൊപ്പി, കുപ്പായം ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് കുറച്ച് ആഹാരവും ഒരു കുപ്പി വെള്ളവും മരപ്പെട്ടിയിൽ ഉറപ്പിച്ച് കെട്ടിയിട്ടാണ് യാത്രയ്ക്ക് ഇറങ്ങിയത്. ഏത് വഴിക്ക് നടക്കണം എന്നൊക്കെ സംശയിച്ച് പരിങ്ങിയെങ്കിലും ഏത് വഴിയായാലും ശരിയാണ്, എല്ലാ വഴിയും നല്ലത് തന്നെ. അങ്ങനെ സൂര്യോദയം നോക്കി നടക്കട്ടെ. തൂമ്പയും തോളിലേന്തി കാലുകൾ നീട്ടിവെച്ച് അയാൾ നടന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറേ അടയാളങ്ങളും ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ വെട്ടി അയാൾ വയ്ക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഏകദേശം 3 നാഴിക കഴിഞ്ഞിരിക്കണമെന്ന് അയാൾക്ക് തോന്നുന്നു. ചൂട് വളരെയധികം കൂടുതലാണ്. വസ്ത്രങ്ങളിൽ ചിലത് അഴിച്ച് തോളിലിട്ടു. വീണ്ടും ഒരു 3 മണിക്കൂർ നടന്നിട്ടുണ്ട്. ഇനിയും 9 മണിക്കൂർ നടക്കണമല്ലോ. ഇപ്പോൾ പുറകോട്ട് തിരിച്ച് എത്തേണ്ട. മാത്രമല്ല ഇനിയും നല്ല ഫലഭൂയിഷ്ടമായ ഭൂമിയാണ് തോന്നുന്നു. ഇനി ഇത് പരമാവധി പിടിച്ചെടുക്കാം. ഇനി ഇടത്തോട്ട് തിരിയാം. അയാൾ തൂമ്പ കൊണ്ട് വലിയൊരു അടയാളം ഉണ്ടാക്കിയ ശേഷം വടക്ക് ഭാഗത്തേക്ക് കണ്ടു. കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് കരുതി ഒരിടത്തിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു കഴിച്ചു. ഒന്ന് കിടക്കണമെന്ന് അയാൾക്ക് തോന്നുന്നു. അയാൾക്ക് പക്ഷെ ധൈര്യം വന്നില്ല. 1-2 മണിക്കൂർ ബുദ്ധിമുട്ടിയാലും ഒരു ജീവിതകാലം മുഴുവൻ
സുഖമായി കഴിയാമെന്ന ഓർമ്മ അയാളെ പിന്നെയും എഴുന്നേറ്റ് നിൽക്കാൻ പ്രേരിപ്പിച്ചു. ഒരു സ്ഥലവും ഉപേക്ഷിച്ചുകൂടാ, പരമാവധി പിടിച്ചെടുക്കണം, അതിർത്തിക്കുള്ളിലാക്കണം. അയാൾ അടയാളം വെച്ചു. ഓരോ മണിക്കൂർ കഴിയുന്തോറും ഉഷ്ണം കൂടിക്കൊണ്ടേയിരുന്നു. കുന്നിൻ മുകളിൽ നിൽക്കുന്ന ആളുകൾ ഉറുമ്പുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴയുന്നത് പോലെ അത്രയ്ക്ക് ദൂരെ എത്തി. ഇനി പറമ്പ് സമചിതരമാകില്ല എന്നൊരു കുഴപ്പമുണ്ട്. ഇനി വഴിയൊന്ന് വളയ്ക്കണം. അങ്ങനെ ഏതായാലും ഇനിയൊന്ന് വളയ്ക്കാത്ത തരമില്ല. അയാൾ വീണ്ടും മുറുക്കി നടന്നു. സമയം ഉച്ച കഴിഞ്ഞു. നടന്നിടത്തോളം തന്നെ ഇനിയും നടക്കണം. അയാൾ ഭൂമിയിൽ തൂമ്പ കൊണ്ട് അടയാളം വെച്ചു. കുന്നു നോക്കി നേരെ നടന്നു. ക്ഷീണം അധികമായി. ശരീരം വിയർപ്പിൽ കുളിച്ചു. കാൽ കുഴഞ്ഞു തളരുന്നു. അങ്ങനെ സൂര്യൻ കുറെ കൂടി ചാഞ്ഞു. പതുക്കെ അയാൾ കുന്നിന്റെ അടുത്ത് എത്തിയോ എന്ന് നോക്കി. സൂര്യൻ ചക്രവാളത്തെ സമീപിക്കുന്നു. അസ്തമയം ആകാറായി. കുന്ന് ഒരു പുക പോലെ മാത്രം ദൃശ്യം. അയ്യോ, ഞാൻ എടുത്ത പണിയെല്ലാം വെറുതെയായി. ഇനി ഒരിക്കലും അവിടെ ജീവനോടെ എനിക്ക് എത്താൻ സാധിക്കില്ല എന്ന് അയാൾക്ക് തോന്നി. ഈ സ്വത്ത് മുഴുവൻ അനുവദിക്കാൻ ദുർവിധി എന്നെ അനുവദിക്കില്ല എന്നും തോന്നി. അങ്ങനെ ചിന്തിച്ച അയാൾ ജീവനും കൊണ്ട് ഓടുകയാണ്, താൻ ഈ അധികാരിയുടെ അടുത്തേക്ക് എത്തുന്നിടം വരെ. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. കുന്നിൻ മുകളിൽ നിന്ന് അനുമോദനങ്ങൾ കേൾക്കുന്നു. ചുവട്ടിൽ നിന്നവർക്ക് സൂര്യൻ അപ്രത്യക്ഷനായി. എങ്കിലും കുന്നിൻ മുകളിൽ നിൽക്കുന്നവർക്ക് അപ്പോഴും സൂര്യനെ കാണാം എന്ന് ഓർമ്മ വന്നു. പെട്ടെന്ന് വെളിവുണ്ടായ പോലെ കുന്നിൻ ചെരുവിലൂടെ പാഞ്ഞു. അസ്തമന രശ്മികൾ കുന്നിൻ മുകളിൽ ദൃശ്യമായി. അധികാരികളുടെ മുന്നിൽ വെച്ച പണസഞ്ചി കണ്ണിൽപ്പെട്ടു. മാറത്ത് കൈവച്ച് ദീനസ്വരത്തിൽ ഞരങ്ങി. അധികാരി വയറമർത്തിക്കൊണ്ട് ചിരിച്ചു. ഗോഷ്ഠികൾ കാട്ടുന്ന വ്യസനകരമായൊരു നിലവിളിയോടെ അയാൾ കമിഴ്ന്നടിച്ചു വീണു. പണസഞ്ചി അയാൾ കൈകൊണ്ട് ഇറുക്കി പിടിച്ചു. ഭാഗ്യവാൻ തന്നെ, മഹാഭാഗ്യവാൻ, അധികാരി ഉറക്കെ ചിരിച്ചുകൊണ്ട് കളിയാക്കലിന്റെ സ്വരത്തിൽ പറഞ്ഞു. പാഖാം വീണത് കണ്ട് അയാളുടെ കാര്യസ്ഥൻ സഹായിക്കാൻ അടുത്തിരുന്നു. അയാൾ കിടക്കുന്നതിന്റെ കാരണം അറിയാൻ പാഖാമിനെ മലർത്തിക്കിടത്തി. ഹൃദയം പൊട്ടി വായിൽ നിന്ന് രക്തം ധാരമുറിയാതെ പ്രവഹിച്ചിരിക്കുന്നു. അത് പാഖാമിന്റെ ഒടുവിലത്തെ ഓട്ടമായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണിരുന്ന തൂമ്പയെടുത്ത് ശവസംസ്കാരം ചെയ്യാനുള്ള ഏർപ്പാട് തുടങ്ങി. പാഖാമിന് എത്ര സ്ഥലം വേണമെന്ന് അവർ അയാളുടെ ശരീരം അളന്ന് കണ്ടു. 6 അടി മാത്രം. ഒരു സാധു മനുഷ്യന് 6 അടി മണ്ണേ വേണ്ടൂ. ഇതാണ് ലിയോ ടോൾസ്റ്റോയുടെ ഈ മനോഹരമായ കഥ. ഭൂവുടമയും ധനികനുമാകാനുള്ള മോഹമാണ് പാഖാം എന്ന കർഷകനെ ഇവിടെ ഈ ദുരന്തത്തിലെത്തിച്ചത്. അതിമോഹം, ധനികനാകാനുള്ള മോഹം അയാളുടെ മനസ്സിൽ എപ്പോഴാണ് ഉണ്ടായെന്നറിയില്ല. ആ പ്രദേശത്തെ ധനികരുടെ വീടുകളും ജീവിത രീതികളും കണ്ടപ്പോഴാണ് അയാൾക്ക് ഇരിക്കപ്പുറതിയില്ലാതെ വിഷാദം ബാധിച്ചത്. പാട്ടകൃഷി ചെയ്ത് ധനികനാകുക എന്നത് അത്രയൊന്നും പ്രായോഗികമല്ലെന്ന് അയാൾക്ക് മനസ്സിലായപ്പോഴാണ് ഭൂമി എങ്ങനെയെങ്കിലും എളുപ്പവഴിയിൽ നേടാനുള്ള ശ്രമം ആരംഭിച്ചത്. അങ്ങനെ പരദേശി കച്ചവടക്കാരനായി പരിചയപ്പെട്ടു. പരദേശി കച്ചവടക്കാരനാണ് അധികാരികളുടെ കാര്യം അറിയിച്ചത്. 1 രൂപയിൽ കൂടാത്ത വിലയ്ക്ക് എത്ര ഭൂമി വേണമെങ്കിലും കിട്ടും എന്ന വിവരമാണ് ആ കച്ചവടക്കാരൻ അയാൾക്ക് നൽകിയത്. അഹം വൈകിക്കാതെ പിറ്റേന്ന് തന്നെ അധികാരിയെ കാണാൻ പുറപ്പെട്ടു. തീർച്ചയായിട്ടും അധികാരിയെ കാണുകയും ചെയ്തു. അധികാരി പറഞ്ഞ വാക്കുകൾ അയാളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം സത്യമാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ ഭക്ഷണം കഴിച്ചു, വെള്ളവും കുടിച്ചു. അദ്ദേഹം നടന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഉച്ച കഴിയുന്തോറും ചൂട് കൂടിക്കൊണ്ടേയിരുന്നു. വല്ലാതെ ക്ഷീണിതനായി. ഒടുവിൽ അസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തുമ്പോഴേക്കും അയാൾ ശരീരം തളർന്ന് മരിച്ച് വീഴുന്ന കാഴ്ച കണ്ട് അധികാരി പൊട്ടിച്ചിരിച്ചു. അയാൾക്ക് ആകെ 6 അടി മണ്ണ് മാത്രമേ വേണ്ടൂ എന്ന വസ്തുതയാണ് ഇവിടെ കഥയിൽ ചിത്രീകൃതമായിരിക്കുന്നത്. ഒരാൾക്ക് എത്ര ഭൂമി വേണമെന്ന ചോദ്യത്തിന് അത് തന്നെയാണ് നമ്മുടെ പാഠത്തിന്റെ ടൈറ്റില്. അപ്പോഴാണ് അയാളെ ഡാഷ് പിടികൂടിയത്, ദുർമോഹ പിശാച് പിടികൂടിയത്. ഇത് നമ്മുടെ ഇവിടെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അവതാരണ ചോദ്യങ്ങളാണ്. അക്കാലത്ത് ആണ് ഒരു ഡാഷ് ആയ കച്ചവടക്കാരൻ പാഖാമിനെ സന്ദർശിക്കുന്നത്, പരദേശിയായ കച്ചവടക്കാരൻ. പാഖാം അത്ഭുതം കൊണ്ട് വായും പൊളിച്ച് നിന്നുപോയി എന്നൊരു പ്രയോഗം നമ്മുടെ പാഠത്തിൽ തന്നെ ഉണ്ട്. ഇതാണ് ഇങ്ങനെ അവതാരണ ചോദ്യങ്ങളും അതിനുശേഷം അപഗ്രഥന ചോദ്യങ്ങളും ഉണ്ട്. അതിമോഹം ചക്രം ചവിട്ടും. പാഖാമിന്റെ കാര്യത്തിൽ ഇത് ശരി തന്നെ. എന്തായിരുന്നു പാഖാമിന്റെ അതിമോഹം? അതുകൊണ്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തര സൂചികയിൽ നമുക്ക് ഇവിടെ അപഗ്രഥന ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെയാണ്? എത്ര സമ്പാദിച്ചു കൂട്ടിയാലും പോരാ എന്ന അവസ്ഥ. ലോകം മുഴുക്കെ പിടിച്ചടക്കാനുള്ള ആർത്തി. ഇതായിരുന്നു പാഖാമിന്റെ അതിമോഹം. ധനം കൂടുതൽ നേടി കോടീശ്വരനാകാനുള്ള അയാളുടെ മോഹം അയാളെ ആപത്തിൽ ചാടിച്ചു. അത് അയാളുടെ ജീവൻ പോലും അപകടത്തിലാക്കി.